ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇവർ വിവാഹിതരായാൽ സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ പുതിയ സിഐനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അവിടെ പോലീസുകാരും വനിതാ പോലീസും അവിടുത്തെ കോൺസ്റ്റബിൾമാരൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കാണ്. കയ്യിൽ ബൊക്ക കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ഭൂമി അവിടെയൊക്കെ സ്കൂട്ടിയിൽ വരുന്നത്. ഭൂമി നോക്കുമ്പോഴേക്കും പോലീസുകാരൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കാണ്. കയ്യിൽ ബൊക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭൂമി ചിരിച്ചുകൊണ്ട് ഹെൽമറ്റ് വണ്ടിയിലേക്ക് വെച്ചിട്ട് അവരുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് പറയണ്ട, തന്നോളൂ തന്നോളൂ എന്ന് പറയാണ്. അല്ല എന്ത് അല്ല, ഞാൻ ഇന്നലെ കൊള്ള സംഘത്തിന്റെ ആൾക്കാരെയൊക്കെ പിടിച്ചു കൊടുത്തതിനാ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ഇങ്ങനെ അഭിനന്ദനങ്ങളുടെ ആവശ്യമൊന്നും ഉണ്ടാവുമെന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. എന്തായാലും തന്നോളൂ. ഇത് നിനക്കുള്ളതല്ലേ? പിന്നെ ഇത് ആർക്കുള്ളതാ? അതോ ഇവിടെ പുതിയ CA ചാർജ് എടുക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് സ്വീകരിക്കാനാ? ഓ അങ്ങനെ. പിന്നെ ആ പുതിയ CA ആള് കുറച്ച് പുലിയാണ് കേട്ടോ. കരടിയും പുലിയൊക്കെയാണെന്നാ പറയണ കേൾക്കണത്. ഏത് കരടിയും പുലിയാണെന്നുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ ഭൂമി ചായക്കട തുറക്കുവാട്ടെ. അപ്പൊ ചായക്കട കാത്ത് കുറെ പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങള് ഭൂമിജനെ കാത്തിരിക്കായിരുന്നു. ഹലോ നമസ്കാരം ചേച്ചി. അല്ല ചായ കുടിച്ചിട്ട് മതി എന്ന് പറയാണ്. ചായക്കട തുറക്കട്ടെ. ആദ്യം ചായക്കട തുറന്ന് വിളക്ക് വെച്ചിട്ട് മോള് പണി ചെയ്താൽ മതി എന്ന് പറയണം. അങ്ങനെ നമ്മുടെ ഭൂമി ചായക്കട തുറക്കുന്നുണ്ട്. ഷട്ടറൊക്കെ തുറക്കാണ്. ഒരു ചെറിയ ചായക്കടയാണെങ്കിലും ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ ചേച്ചിയുടെ ലക്ഷ്മി ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി ഉഴുന്നുവടയും അതുപോലെ തന്നെ ഇഡലിയും ചമ്മന്തിയും സാമ്പാർ ഒക്കെ ആയിട്ട് തൊട്ടു പിന്നാലെ വേറൊരു വണ്ടിയിൽ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ അവിടെ ഇറക്കുവാണ്. ആ സമയത്ത് കുറെ പേര് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ എഴുതി കൊടുക്കാനായിട്ടില്ലേ ആ ഭൂമിയുടെ അടുത്തായിട്ടോ വരുന്നത്. അപ്പൊ അവിടെ ചായ കുടിക്കുകയും ചെയ്യാം, ഭൂമി പരാതി എഴുതി തരുമല്ലോ. അപ്പൊ അവരെല്ലാവരും അവിടെ കാത്തു നിൽക്കാണ്. അങ്ങനെ എല്ലാവർക്കും ചായയൊക്കെ എടുത്തു കൊടുക്കേണ്ടത് നമ്മുടെ ഭൂമി. പിന്നീട് കാണിക്കണം നമ്മുടെ അജയനെ കേട്ടോ. അജയ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെട്ടെന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാണ്. ബൈക്കിനാണ് വരുന്നത്. അപ്പൊ പുറത്തേക്കൊന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു ജീപ്പുകാരൻ കുറെ നേരമായിട്ട് നമ്മുടെ അജയനെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇയാൾ കുറെ നേരത്തെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അജയ് വേഗം തന്നെ വണ്ടി എടുത്തിട്ട് ആ ജീപ്പിന്റെ പിന്നാലെ പോകുകയാണ്. എന്നിട്ട് ആ ജീപ്പ് പിടിച്ചു നിർത്ത്. ജീപ്പ് അപ്പൊ അജയനെ ഇടിക്കാൻ പോണ പോലെ വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. വേഗം തന്നെ അജയ് അതിനെ ഓവർടേക്ക് ചെയ്ത് മുമ്പിലേക്ക് വന്നിട്ട് ആരാടാ എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും ജീപ്പ് തുറന്നു വരുന്നത് നമ്മുടെ അജയന്റെ വല്യമ്മാവനാട്ടോ. അതായത് ഇന്നലെ പറഞ്ഞില്ലേ ആ വല്യമാമ തന്നെയാണ്. വല്യമ്മനെ കാണുമ്പോ തന്നെ അജയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അവിടെ ആക്ടർ കൃഷ്ണയാട്ടോ. അപ്പൊ ആ പുള്ളിക്കാരനെ കാണുമ്പോ, പുള്ളിക്കാരൻ ഇപ്പൊ റിട്ടയർഡ് ആയി, അപ്പൊ നോർമൽ ഡ്രസ്സിലാണ് വന്നേക്കുന്നത്. പക്ഷെ നമ്മുടെ അജയ് കാണുമ്പോൾ പഴയ CAയുടെ ആ ഒരു അതേ കോസ്റ്റ്യൂംസിലൊക്കെ തന്നെയാണ് നമ്മുടെ അജയ് കാണുന്നത് കേട്ടോ. ഇതാര് വല്യമാമനോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. നീ ഇവിടെ വന്നെന്ന് അറിഞ്ഞു, അപ്പൊ നിന്നെ ഒന്ന് കണ്ടേക്കാന്ന് വെച്ച് വന്നതാണ്. നിന്റെ സ്റ്റേഷനിലേക്ക് ഞാൻ വരുന്നുണ്ട്, പിന്നെ ചെറിയൊരു ഉപദേശം തരാന്ന് വിചാരിച്ചു. അത് നന്നായി വല്യമാമ. അല്ലെങ്കിൽ വല്യമാമനെ കണ്ടിട്ട് ഒരു ഇൻസ്പയർഡ് ആയിട്ടാ ഞാൻ ഈ പോലീസ് ജോലി ഏറ്റെടുത്തത് തന്നെ. എടാ നോക്ക്, പോലീസ് ജോലി ഏറ്റെടുക്കുമ്പോൾ അതിൽ 2 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കാൻ വേണ്ടി വരുന്നത്. ഒന്ന് രാഷ്ട്രീയക്കാരും, പിന്നെ അവരുടെ തലപ്പത്തുള്ളവരും, പിന്നെ പണവും എറിഞ്ഞ് നമ്മളെ നിയമത്തെ വാങ്ങിക്കാൻ നിൽക്കുന്നവരും. അതിലൊന്നും വീണു പോവരുത്. ഇല്ല വല്യമാമയുടെ അതേ വഴി കൂടി തന്നെ സഞ്ചരിക്കുന്ന ഒരു മരുമകനല്ലേ ഞാൻ. അതുകൊണ്ട് ഞാൻ ആ രീതിയിലൊന്നും വീഴില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നാ ശരി, നിന്നെ കാണാൻ വേണ്ടി ഞാൻ അവിടേക്ക് വന്നാലോ സ്റ്റേഷനിലേക്ക്? ശരി എന്ന് വേണം. അല്ല ഈ സ്റ്റേഷനിൽ എത്ര നാളുണ്ടാകും? എന്ത് പറയാനാ വല്യമാമ? സത്യസന്ധമായിട്ട് ജോലി എടുക്കുമ്പോ ഇതുപോലെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുമല്ലോ. ശരി ആയിക്കോട്ടെ, എന്നാ കാണാം. അല്ല വല്യമാമ ഇവിടെ വീട്ടിലേക്കാണോ? അതേടാ, അമ്മേനെ ഒന്ന് കാണണം. ശരി എന്നാ വീട്ടിൽ വന്നിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജയ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വല്യമാമയാണെന്ന് പറഞ്ഞ പുള്ളിക്കാരനുണ്ടല്ലോ, അത് പുള്ളിക്കാരൻ വീട്ടിലേക്കും പോകുന്നുണ്ട്. അത് പിന്നീട് കാണിക്കുന്ന നമ്മുടെ പോലീസ് സ്റ്റേഷനില് ഓരോരുത്തർ പരാതി എഴുതി കൊടുക്കാൻ വേണ്ടി ഭൂമി എടുത്തിന് പേപ്പറായിട്ട് നിൽക്കണം. ഭൂമി ഓരോരുത്തർക്ക് ഇങ്ങനെ പരാതി, അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെള്ള പേപ്പറിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ. ആ സമയത്ത് അവിടേക്ക് 2 രാഷ്ട്രീയ നേതാക്കന്മാർ വരുവാണ്. എന്നിട്ട് പറയണ്ട്, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒച്ചതി വിളിച്ചു വേണം, ആരാണ് ഞങ്ങളുടെ പിള്ളേരെ കൊണ്ട് ജയിലിട്ടിട്ട് ഇറക്കി വിടുക അവരെ എന്ന് പറയുമ്പോഴേക്കും അവിടുത്തെ SI വരുന്നുണ്ട്. അതെ, CSR നേരിട്ട് ഇടപെട്ട കേസാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ലെന്നോ? ഞാൻ കാണിച്ചു തരാം എന്ത് ചെയ്യാൻ പറ്റുന്നത്. മര്യാദയ്ക്ക് എന്റെ പിള്ളേരെ ഇറക്കി വിടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കോൺസ്റ്റബിൾ ഒന്ന് പറയണ്ട്, സർ ദൈവത്തെ ഓർത്ത് ഞങ്ങൾ പറയണമെന്ന് കേൾക്കണം. ഇന്നലെ തൊണ്ടി മുതൽ കയ്യോടെ പിടിച്ചിട്ടാണ് അവർ അറസ്റ്റ് ചെയ്തത്. അതും അമ്പലത്തിലെ തിരുവാഭരണമാണ് അവർ മോഷ്ടിക്കാൻ നോക്കിയത്. ആയിക്കോട്ടെ, പക്ഷെ അവര് നിങ്ങൾക്കറിയാലോ അവർ എന്റെ പിള്ളേരാണ്, അതുകൊണ്ട് അവരെ ഇറക്കി വിടും. സോറി സർ, ഞങ്ങൾക്ക് അതിനെ സാധിക്കില്ല എന്ന് SI പറയാണ്. സാധിക്കില്ലെന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല കീ എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജയിലിനുള്ളിൽ കിടക്കുന്ന സെല്ലിനുള്ളിൽ കിടക്കുന്ന ഈ 4 പേരുണ്ടല്ലോ കൊള്ളക്കാരി ഇന്നലെ വന്ന, അവരിനെ കൈവച്ചിനെ കാണിക്കണ്ടേ. സാറേ ദേ ആ സാറിന്റെ കയ്യിലാക്കി, അയാളുടെ പോക്കറ്റിൽ കീ ഉണ്ട് എന്ന് പറയാണ്. വേഗം തന്നെ രാഷ്ട്രീയക്കാരൻ
കീ താടോ എന്ന് പറയാണ് കോൺസ്റ്റബിൾ. ഇല്ല സർ ഞാൻ തരില്ല എന്ന് പറയുമ്പോ, എടോ താൻ മര്യാദക്ക് കീ തരുന്നുണ്ടോ സെല്ലിന്റെ? ഇല്ല സർ ഞാൻ തരില്ല എന്ന് പറയുമ്പോ ആ രാഷ്ട്രീയ ഗുണ്ടയുണ്ടല്ലോ നേതാവ്, അയാളെ പെട്ടെന്ന് തന്നെ ആ കോൺസ്റ്റബിളിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ അടിയാണ്. എന്നിട്ട് അയാളെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് പറിച്ചെടുക്കണ കീ. എന്നിട്ട് ആ സെല്ലിൽ പോയിട്ട് സെല്ല് തുറന്നിട്ട് ആ 4 ഗുണ്ടകൾ ഇന്നലെ കൊള്ള നടക്കാൻ പോയ കൊള്ള ചെയ്യാൻ പോയ ആൾക്കാരുണ്ടല്ലോ, അവര് 4 പേരെയും പുറത്തേക്ക് വിളിച്ചിറക്കുവാട്ടോ. പറയണ്ട് ഇവരുണ്ടല്ലോ, ഇവരെ എന്റെ പിള്ളേരാ, ഇവരെ തൊട്ടു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വാട പിള്ളേരെ എന്ന് പറഞ്ഞിട്ട് ആ നേതാവ് ആ കൊള്ളക്കാരെ, ആ 4 കൊള്ളയൊക്കെ ചെയ്ത ആൾക്കാരെയും കൂടി കൂട്ടി സ്ലോ മോഷൻ ഇങ്ങനെ നടന്നു പോകാൻ പോകുമ്പോഴേക്കാണ് നമ്മുടെ അജയ് അവിടേക്ക് വരുന്നത്. ഒരു ഒറ്റ ചവിട്ടാണ് നേതാവിനെ നെഞ്ചെത്തിട്ട്. നേതാവ് അപ്പൊ തന്നെ അവിടേക്ക് വീഴാട്ടോ. എന്നിട്ട് പറയണ്ട്, ചി ആരുടെ ചോദിച്ചിട്ടോ താൻ ഈ സെല്ല് തുറന്നത്? അത് ഞാൻ തന്നെ തുറന്നതാ. സാറിന് എന്നെ നല്ല പരിചയമില്ലെന്ന് തോന്നണോ? തന്നെ പരിചയപ്പെട്ട് എനിക്ക് എന്ത് ചെയ്യാനാണോ? മരതൊക്കെ അകത്താക്കടോ എന്ന് പറഞ്ഞിട്ട് വേഗം 4 പേരെയും പിന്നെ ഈ നേതാവ് എന്ന് പറഞ്ഞ ആളെയും കൂടി സെല്ലിന്റെ ഉള്ളിലേക്ക് ആക്കുവാട്ടോ. എന്നിട്ട് നമ്മുടെ കോൺസ്റ്റബിളെ മുഖത്തേക്ക് അജയ് ഒന്ന് നോക്കുന്നുണ്ട്. അജയ് നോക്കിട്ട് ചോദിക്കണ്ടേ, അല്ല എന്താ മുഖത്ത് ഈ ചുവന്ന പാടം ചോദിക്കുമ്പോ, അത് സർ പിന്നെന്ന് പറയുമ്പോഴേക്കും അടുത്ത് നിൽക്കുന്ന കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സർ അതാ നേതാവ് കീ കൊടുക്കാതെ ആയപ്പോഴേക്കും മുഖത്തിട്ട് അടിച്ചതാണ്. എന്നിട്ട് നിങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നല്ലേ ഒരു സഹപ്രവർത്തകനെ ഇതുപോലത്തെ തെമ്മാടിയായിട്ടുള്ള ഒരു നേതാവ് മുഖത്തടിച്ചപ്പോ നിങ്ങൾ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ആ സെല്ലിൽ നിന്ന് ആ നേതാവിനെ പിടിച്ചെടുക്കുക കേട്ടോ. ബാക്കിയുള്ളവരെ അവിടെ തന്നെ ഇട്ടിട്ട് ആ നേതാവിനെ മാത്രം സെല്ല് തുറന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട് അജയ്. എന്നിട്ട് അജയ് പറയുന്നുണ്ട് കോൺസ്റ്റബിൾ, അടോ അടിക്ക്, മുഖത്തിട്ടടിക്ക്. സാർ അത് തന്റെ മുഖത്തിട്ട് ഇയാൾ അടിച്ചില്ലേ, അപ്പൊ തനിക്ക് ഇയാളുടെ മുഖത്തിട്ട് അടിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്, അടിച്ചു പൊട്ടിക്കുകയുള്ള കാരണക്കുട്ടി എന്ന് പറയുമ്പോഴേക്കും കോൺസ്റ്റബിൾ ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് നേതാവിന്റെ മുഖത്തിട്ട്. എന്നിട്ട് അജയ് അതേപോലെ തന്നെ സെല്ലിലേക്ക് ആക്കുന്നുണ്ട് നേതാവിനെ കേട്ടോ. അതിനുശേഷം നമ്മുടെ കോൺസ്റ്റബിൾ വന്നിട്ട് നമ്മുടെ വരുവാണ്. എന്നിട്ട് നമ്മുടെ പറയുന്നുണ്ട് നമ്മുടെ ഭൂമിയുടെ അടുത്ത്, ഭൂമി ഒരു നല്ല സ്ട്രോങ് ചായ എടുത്തോ. ആ നിങ്ങളുടെ CSR വന്നോ? ആ വന്നു. ഓ ആളെ പുലി. ഞാൻ കണ്ടില്ല, കുറച്ച് തിരക്കായി പോയി. ഒരു സ്ട്രോങ് ചായ പെട്ടെന്ന് എടുക്ക്, പുള്ളിക്കാരൻ കുറച്ച് ചൂടില്ല എന്ന് പറയാണ്. ശരി ദേ നല്ല സ്ട്രോങ് ചായ എന്ന് പറഞ്ഞിട്ട് ഭൂമി കൊടുക്കാണ്. അതിനുശേഷം ആ കോൺസ്റ്റബിൾ വേഗം തന്നെ ചായ ആയിട്ട് അകത്തേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ ആ ചായ ആയിട്ട് പുറത്തേക്ക് വരിക. അപ്പോ നമ്മുടെ ഭൂമി ചോദിക്കണ്ടേ, എന്തിനാ സർ ചായ പിന്നെ തിരിച്ചു കൊണ്ടുവന്നത്, എന്ത് പറ്റി ചോദിക്കുമ്പോഴേക്കും, അതെ ഇതിലെ പാല് കുറച്ച് കുറവാ. പാല് കുറവോ? എന്റെ ചായക്ക് ഇതുവരെ ആരും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല, അതെ ഒന്നുകൂടി നന്നായിട്ട് ഉണ്ടാക്കി താ എന്ന് പറയാണ്. വീണ്ടും ചായ ഉണ്ടാക്കി കൊടുക്കണം ഭൂമി. വീണ്ടും ആ കോൺസ്റ്റബിൾ അകത്തേക്ക് പോയിട്ട് വീണ്ടും പോലീസ് സ്റ്റേഷനകത്തേക്ക് വീണ്ടും പോലീസ് സ്റ്റേഷൻ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇനി എന്താ സർ എന്ന് ചോദിക്കുമ്പോ, ഇതില് മധുരം കുറവാ. ഓ എന്നാലേ ഞാൻ തന്നെ ചായ കൊണ്ടേ കൊടുക്കാം. വേണ്ട ഭൂമി, ശരിയാവില്ല. അദ്ദേഹം നീ വിചാരിച്ച പോലത്തെ ആളല്ല ആണോ? എന്റെ ചായേനെയും പലഹാരത്തിനെയും ഇതുവരെ ഒരു മനുഷ്യരും കുറ്റം പറഞ്ഞിട്ടില്ല. എത്ര വർഷം ഞാൻ തുടങ്ങണ ഈ കട, എന്നിട്ട് എന്റെ ചായനെ കുറ്റം പറഞ്ഞു. അത് ഇത്ര നല്ല ചായനാ, എനിക്ക് ആ CSRക്ക് നേരിട്ട് കൊണ്ടേ കൊടുക്കണം ചായ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൂമി ആ ചായ ഗ്ലാസ് ആയിട്ട് വേഗം തന്നെ അജയിന്റെ ഓഫീസിന്റെ, അതായത് അജയ് ഇരിക്കുന്ന റൂം ഉണ്ടല്ലോ, ആ റൂം തള്ളി തുറന്ന് അകത്തേക്ക് കയറാണ്. എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും അജയ് തിരിഞ്ഞു നോക്കാണ്. അജയ് നോക്കുമ്പോ ഭൂമിയെ കാണാണ്. നീയോ? അപ്പോഴേക്കും ഭൂമി, ഈശ്വര ഇയാള് CA ആയിരുന്നു എന്ന രീതിയിൽ ഭൂമി പെട്ടെന്ന് തന്നെ അജയിനെ നോക്കുവാട്ടെ. അപ്പൊ അജയ് ചോദിക്കണ്ടേ, ആരോട് ചോദിച്ചിട്ടാടി നീ അകത്തേക്ക് കയറുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും, അത് പിന്നെ ചായക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇതിനെ ചായനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോഴേക്കും, നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഇവിടെ വരാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഭൂമിയുടെ കയ്യിലെ ചായ ഉണ്ടല്ലോ അത് അജയിന്റെ മേത്തേക്ക് വീഴാണ്. അപ്പൊ തന്നെ അജയ് യു എന്ന് പറയുമ്പോഴേക്കും ഭൂമി അവിടെ നിന്ന് ആകെ പേടിച്ച് ഞെട്ടി നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇവർ വിവാഹിതരായാലും അപ്കമിംഗ് റിവ്യൂസ് അറിയാനും കൂടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അപ്കമിംഗ് റിവ്യൂ ഇടാൻ പറ്റുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.